ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പച്ചരി നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി മുങ്ങി നിൽക്കണ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പച്ചരി 2 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരിയിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചുമന്നരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ശർക്കര സിറപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിത് ശർക്കര സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യമേ അരച്ചു വെച്ച ബാറ്ററിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. കട്ട കെട്ടിയാലും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇട്ട ശേഷം നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നെയ്യ് കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്താൽ മതിയാവും. ഇനി നമുക്കിത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ശർക്കര പാനിയൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ബാക്കിയുള്ള നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതല്ല ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും നമുക്ക് നല്ല രുചിയോടുകൂടി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതിലേക്ക് 1 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വേറെ ഒന്നും ചെയ്യേണ്ട, മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ സ്നാക്സിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്നാക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.